രണ്ട് സുപ്രധാന നടപടികളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ തിരികെ കൊണ്ടുവരുന്നതിനുള്ള നീക്കം. മറ്റൊന്ന് അന്താരാഷ്ട്ര നാണ്യനിധിയുടെ സാമ്പത്തിക പാക്കേജ് മരവിപ്പിക്കൽ. ആഗോളതലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം എന്നിവ നിരീക്ഷിക്കുന്ന സ്ഥാപനമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ പാകിസ്ഥാനിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങളിലും അനധികൃത പണമൊഴുക്കിലും കടുത്ത നിയന്ത്രണമുണ്ടാകും. പാകിസ്ഥാൻ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷ്മമായി നിരീക്ഷണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും. 2018 ജൂൺ മുതൽ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. 2022 ഒക്ടോബറിൽ ഈ ഗ്രേ ലിസ്റ്റിൽ നിന്ന് പാകിസ്ഥാനെ നീക്കം ചെയ്തിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് അനധികൃതമായ പണമൊഴുക്ക് തടയാൻ, പ്രത്യേകിച്ച് ജമ്മു കശ്മീരിലേക്ക് അനധികൃതമായി പണം ഒഴുകുന്നത് തടയാൻ ഈ നടപടികൾ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് FATF-ലെ മറ്റംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. വർഷത്തിൽ 3 തവണ ചേരുന്ന പ്ലീനറി, ആ പ്ലീനറിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഫെബ്രുവരി, ജൂൺ, ഒക്ടോബർ മാസങ്ങളിലാണ് പ്ലീനറി ചേരുക. 38 രാജ്യങ്ങളും 2 സംഘടനകളും ഉൾപ്പെടെ 40 അംഗങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ UK, US, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ, യൂറോപ്യൻ കമ്മീഷൻ, ഗൾഫ് സഹകരണ കൗൺസിലിലെ പ്രമുഖരായ സൗദി അറേബ്യ, UAE തുടങ്ങിയ 23ഓളം അംഗരാജ്യങ്ങളിൽ നിന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് അനുശോചന സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു നടപടി, അന്താരാഷ്ട്ര നാണ്യനിധിയിൽ നിന്ന് സാമ്പത്തിക സഹായം നൽകുന്നതിൽ ഇന്ത്യ എതിർപ്പ് അറിയിച്ചേക്കും. 2024 ജൂലൈ മാസത്തിൽ തുടങ്ങിയ $7 ബില്യൺ പാക്കേജ് അത് തടയണമെന്ന ആവശ്യവും ഇന്ത്യ ഉന്നയിക്കും. 3 വർഷമാണ് ഈ സഹായ പാക്കേജിന്റെ കാലാവധി. ഈ ഫണ്ട് ഭീകരാക്രമണത്തിനും മറ്റ് അക്രമങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന വിവരം. നിലവിൽ സാമ്പത്തിക സാഹചര്യങ്ങളിൽ ഈ 2 നടപടികളും പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്.